അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആനിലെ 55-ാമത് അധ്യായമായ സൂറത്തുർ റഹ്മാൻ, അതിലെ സൂക്തങ്ങളിലൂടെയാണ് നാം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കണ്ടും കേട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ അതിലെ 7-ാമത്തെ ആയത്താണ് നാം പറഞ്ഞു തുടങ്ങിയത്. വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. ആകാശത്തെക്കുറിച്ചും മീസാൻ എന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹു വച്ചിരിക്കുന്ന കൃത്യതയെക്കുറിച്ചുമാണ് നാം കഴിഞ്ഞ സംസാരിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്താണ് നാം ഉള്ളത്. അവസാന ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് വവളഅൽ മീസാൻ എന്നുള്ള സ്ഥലത്ത് മീസാൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നീതി എന്നാണ് എന്ന് ചില മുഫസ്സിറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ തുലാസ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ അർത്ഥത്തിൽ നിന്ന് ഏറെ വ്യത്യാസമൊന്നും ആശയപരമായി ഈ രണ്ടാമത്തെ അർത്ഥത്തിന്, അതായത് നീതി എന്ന അർത്ഥത്തിനില്ല എന്നതാണ് വസ്തുത. കാരണം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെയും കൃത്യത, ആ കൃത്യതയായി തന്നെ പാലിക്കുക, പുലർത്തുക എന്നതാണല്ലോ നീതി എന്ന് പറയുന്നത്. അപ്പം രണ്ടും ആശയതലത്തിൽ അല്ലെങ്കിൽ അർത്ഥതലത്തിൽ രണ്ടും ഒന്നു തന്നെയാണ്. ഏതായിരുന്നാലും അത്തരത്തിൽ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. വവളഅൽ അദ്ല ബൈന ഖൽഖിഹി ഫിൽ അർദ്. നീതിയെ സംബന്ധിച്ച് പറയുമ്പോൾ നീതി എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് നാം ഒരൊറ്റ ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് എങ്കിൽ പ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചത്തിലുള്ളവയുടെയും കൃത്യമായ താളം, അതിനെയാണ് നീതി എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ വിശാലമായ അർത്ഥത്തെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നതും മനുഷ്യനെ മാർഗദർശനം ചെയ്യിക്കുന്നതുമെല്ലാം ഈ പറഞ്ഞ അർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ കൃത്യതയിൽ തന്നെ നിലനിർത്തണം എന്നതാണ്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ, അവരാണല്ലോ ഇസ്ലാമുമായി വന്നത്, പ്രവാചകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ഉത്തരവാദിത്വവും അതായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുമുൽ കിതാബ വൽ മീസാന ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മുടെ ദൂതന്മാരെ നാം വ്യക്തമായ പ്രകടമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും അയക്കുകയും അവരോടൊപ്പം കിതാബിനെയും നീതിയെയും ഇറക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ മീസാൻ എന്ന് പറഞ്ഞു. മാത്രമല്ല, ആ മീസാനിനെ വിശദീകരിക്കാൻ എന്നോണം ലിയഖൂമൻ നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിയോടുകൂടെ നിലനിൽക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങൾ നീതി പുലർത്തുവാൻ വേണ്ടിയത്. സത്യത്തിൽ ഇത് വലിയൊരാശയമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം മനുഷ്യനോട് പറയുന്നുണ്ടോ അതെല്ലാം നീതിയാണ്. നമുക്ക് ഒരാദർശം എന്ന നിലക്ക് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണല്ലോ. കാരണം ഒരു വിശ്വാസത്തിൽ നിന്നാണ് അനുബന്ധമായ കർമ്മങ്ങളും അതിൻ്റെ മറ്റു ആശയങ്ങളെല്ലാം രൂപപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന വിശ്വാസത്തിൽ നിന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചം നമ്മുടെ കണ്ണിന് മുമ്പിലുള്ള
നിറഞ്ഞുകിടക്കുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിലെ ഏത് അണുവിനെ എടുത്തു നോക്കിയാലും അത് ഇന്നതാണ് എന്നൊക്കെ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള ഒരു കഴിവ് മനുഷ്യൻ നേടിയിട്ടുണ്ട് എങ്കിലും ആത്യന്തികമായി അത് മനുഷ്യൻ്റെ കരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ് എന്നോ മനുഷ്യന് നിവൃത്തി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്നോ ഒന്നും ആർക്കും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാവുള്ളത്. അത്രമാത്രം അത്ഭുതകരമായ ആയത്തുകൾ നിറഞ്ഞു കിടക്കുകയാണ് ഈ ദുനിയാവിൽ. അപ്പോൾ നമ്മെ അതിശയിപ്പിക്കുന്ന, നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഇത്രമാത്രം ആയത്തുകളുടെ മുമ്പിൽ സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വാസം രേഖപ്പെടുത്തുക എന്നത് ഒരു നീതിയാണ്. ഇത്രമാത്രം ആയത്തുകൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താതിരിക്കുകയോ അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വലിയ ഒരു അനീതിയാണ്. ഇനി ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ആരാധനകളിലേക്കും കർമ്മത്തിലേക്കും ഇറങ്ങുമ്പോഴും ഇതേ അർത്ഥം അവിടെ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ആയത്തുകൾ കാണുന്നു, നാം മനസ്സിലാക്കുന്നു, അങ്ങനെ അവനെ വിശ്വസിക്കുന്നു. അവനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയുന്നത് അല്ലെങ്കിൽ അവനെ സന്തോഷിപ്പിക്കുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ? തീർച്ചയായും അത് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അള്ളാഹു അവൻ്റെ അടിമത്വം, നമ്മളെല്ലാം അവൻ്റെ അടിമകളാണ് എന്ന തത്വം അത് സ്ഥാപിക്കാൻ വേണ്ടിയും ആ ഒരു ബോധവും ബോധ്യവും എപ്പോഴും മനുഷ്യനിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയുമാണ് ആരാധനകൾ. ഉദാഹരണമായി നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഈമാനുള്ള മനുഷ്യന്മാരോടും 5 നേരം നിസ്കരിച്ചു കൊണ്ടേയിരിക്കുവാൻ പറയുന്നുണ്ട്. ബുദ്ധിയും ശുദ്ധിയുമുള്ള കാലത്തൊന്നും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒഴിവ് കഴിവും ഇസ്ലാം അനുവദിക്കുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ളതാണ് കർമ്മങ്ങൾ എന്ന ആരാധനകൾ. അപ്പോൾ വിശ്വാസം ഉള്ളിലുണ്ട് എങ്കിൽ പിന്നെ എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമാണ് എന്ന് പറഞ്ഞു നടന്നാൽ മാത്രം മതിയോ? അത് നീതിയാവുമോ? ഒരിക്കലുമില്ല. പ്രപഞ്ച സൃഷ്ടികർത്താവായ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്നവൻ അവൻ്റെ മുമ്പിൽ താൻ അടിമ മാത്രമാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാവണം. അപ്പോൾ നമ്മുടെ അടിസ്ഥാനം, മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസവും കർമ്മങ്ങളുമാണ്. ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളുമാണ്, നമുക്കറിയാം. അതേപോലെ ഇസ്ലാം കൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണമായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരോട് ഒരനിഷ്ടത്തിൻ്റെ കണിക പോലും കാണിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്താ കാരണം? ഈ ലോകത്തെ മറ്റു ജന്തുക്കളൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് മനുഷ്യൻ എന്തിനാ അങ്ങനെ റിസ്ക് എടുക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുവാനും ചിന്തിക്കുവാനും മനനം ചെയ്യുവാനും ആവശ്യമായ മാനസികമായ കഴിവും ബുദ്ധിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ചിന്തിക്കണം, ഞാനൊരു കാലത്ത് കുട്ടിയായിരുന്നു, ഞാൻ ആദ്യം ഒരു ബീജക്കണം മാത്രമായിരുന്നു, അത് പിന്നെ കുട്ടിയായി, പിന്നെ അതിന് ഭക്ഷണവും വെള്ളവുമെല്ലാം വേണ്ടി വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് അത് എനിക്ക് കിട്ടിയത് എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നാണ്. അപ്പോൾ ഉമ്മയിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം, ഞാൻ ജനിക്കാൻ തന്നെ ഒരുപാട് എൻ്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ഉപ്പ ഒരുപാട് ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജനിച്ചപ്പോഴാവട്ടെ ഞാനിപ്പോൾ ഈ കാണുന്ന രൂപത്തിലായിരുന്നില്ല. എനിക്കൊരു സ്വാശ്രയത്വം ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഉണ്ടാകുന്നത് വരേക്കും എൻ്റെ കൈയായി, എൻ്റെ കാലായി, എൻ്റെ കണ്ണായി,
എൻ്റെ കാതായി വർത്തിച്ചത് ഈ മാതാപിതാക്കളാണ്. അപ്പോൾ ഈ കുട്ടി, ഈ ജനിച്ചു വീണ കുട്ടി, അവൻ വളർന്ന് ശാരീരികമായ കായബലം, സാമ്പത്തികമായ ബലം, സാമൂഹ്യമായ ബലം ഇതെല്ലാം ഉണ്ടായിത്തീരുന്ന സമയമാകുമ്പോഴേക്കും പ്രകൃതിയുടെ ചക്രം എന്ന നിലക്ക് അവൻ്റെ ഉമ്മാക്കും അവൻ്റെ ഉപ്പാക്കും പ്രായമായിട്ടുണ്ടാവും. ആ സമയത്ത് അവർക്ക് അവരുടെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത, സ്വയം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നോട് കാണിച്ച സ്നേഹത്തിന് പകരം അവരുടെ വാർദ്ധക്യത്തിൽ അവരോട് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് തൻ്റേതായ തന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നിവൃത്തി ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നീതിയാണ്. അത് ചെയ്യാതിരുന്നാൽ ഒരാൾ തന്നെ പ്രസവിച്ച ഉമ്മ, തന്നെ വളർത്തിയ ഉപ്പ, തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച മാതാപിതാക്കൾ, അവരെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ അവർക്ക് വേണ്ടത് ഒരാൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അവൻ ചെയ്യുന്നത് തീർച്ചയായും അനീതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ അയൽക്കാരോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യത്തിൻ്റെ ഗൗരവം ഉണർത്തിയത് മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. അയൽക്കാരുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ഉപദേശിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു. ഹത്താ ലനൻതു അന്നഹു സയുവരിസുഹു. എനിക്ക് ഒരു വേള തോന്നിപ്പോവുക പോലും ഉണ്ടായി, ഞാൻ മരിച്ചാൽ അയാൾക്ക് എൻ്റെ സ്വത്തിൻ്റെ അവകാശം നൽകേണ്ടി വരുമോ എന്ന്. അത്രയും വലിയ ബന്ധമാണ് അയൽക്കാരോട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാശ്രയത്വമുള്ളവരാണ് എന്ന് നമ്മൾ ധരിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിഷയങ്ങളെയെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയൂ. വലിയൊരു വിഷയം വന്നാൽ, ഒരാപത്ത് വന്നാൽ, ഒരു പ്രയാസം വന്നാൽ നമ്മെ സഹായിക്കാൻ വേണ്ടി ആദ്യമായി ഓടിയെത്തുന്ന ആളും ഓടിയെത്തേണ്ട ആളും നമ്മുടെ അയൽക്കാരനാണ്. ആയതുകൊണ്ട് ആ പ്രതീക്ഷയിൽ അവനോട് നാം വളരെ മാന്യമായി നിൽക്കുക, അവനെ നമുക്ക് കഴിയുമെങ്കിൽ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവനോട് കാണിക്കുന്ന ഒരു നീതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളോട് കുടുംബബന്ധം അത് പുലർത്തുന്നതിനെ ഇസ്ലാം വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വ അൻ യുൻസഅ ലഹു ഫീ അഫരിഹി. ഉണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, ഒരാൾക്ക് ഐശ്വര്യമുണ്ടായിത്തീരുവാനും ജീവിതത്തിലുടനീളം ഐശ്വര്യമുണ്ടായിത്തീരുവാനും ദീർഘായുസ്സുണ്ടായിത്തീരുവാനും ഒക്കെ ഒരാൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്നാണ് പറയുന്നത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസ്. ഇതേപോലെ തന്നെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതാണ്, നീതി എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമിൻ്റെ ആകത്തുകയാണ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മോട് ഇസ്ലാം മദ്യപിക്കരുത് എന്ന് പറയുന്നു ഉദാഹരണമായിട്ട്. അതൊരു നീതിയാണ്. കാരണം ഈ ശരീരത്തിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ശേഷികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബുദ്ധി. ആ ബുദ്ധിയാണ് സത്യത്തിൽ നമ്മുടെ കൈ കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പോലും കൈ അനക്കുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് അനക്കേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആ ചലനം നടക്കുന്നത് ബ്രെയിനിലാണ്, ബുദ്ധിയിലാണ്. അപ്പോൾ അത്രയും നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബുദ്ധി, ആ ബുദ്ധിയെ നീ ഒരിക്കലും തന്നെ ലഹരിക്ക് വിധേയമാക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യക്ഷമമായൊരു ബുദ്ധിശക്തി തന്ന അള്ളാഹു, ആ അള്ളാഹുവിനോട് ആ തന്നതിൻ്റെ പേരിൽ മനുഷ്യൻ കാണിക്കേണ്ട നീതിയാണ് ആ ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സർവാത്മന ഒഴിഞ്ഞു നിൽക്കുക എന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അതേപോലെ തന്നെ ദാനം, ധർമ്മം, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായങ്ങളാണ്. ദാനം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശമേലാപ്പിൽ നിന്ന് സാമ്പത്തിക ഐശ്വര്യം വാരി വിതറി താഴേക്കിടുകയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും ഓരോരുത്തർക്കും കൃത്യമായ അളവിൽ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് പോലെ വിതരണം ചെയ്യുകയല്ല ചെയ്യുന്നത്. കാരണം
ഈ ലോകത്ത് ഈ സമ്പത്ത് കൊണ്ട്, ഈ ഐശ്വര്യം കൊണ്ട് ചില പരീക്ഷണങ്ങൾ കൂടി നടത്തണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ആ, ആ, എല്ലാവർക്കും കൊടുക്കാതെ ചില ആൾക്കാർക്ക് മാത്രം കൊടുക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന ആൾക്കാർ, അവരോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ കിട്ടാത്തവർക്ക് കൊടുക്കൂ എന്നാണ്. എന്നിട്ട് ആ കിട്ടാത്തവർക്ക് കിട്ടിയവൻ കൊടുക്കുന്നതിനെ, സാമ്പത്തികമായ ശേഷിയുള്ളവൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവനെ സഹായിക്കുന്നതിനെ നീതിയായിട്ടാണ് കാണുന്നത്. കാരണം നമുക്ക് അള്ളാഹു തന്ന സഹായമാണല്ലോ. അപ്പം അത് സഹായം ലഭിച്ചിട്ടില്ലാത്തവർക്ക് കൂടി കൊടുക്കുക എന്ന് പറയുന്നത് തികച്ചും നീതിയാണ്. അവർക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് അനീതിയാണ്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഏത് കാര്യമാണെങ്കിലും അതെല്ലാം നാം നമ്മോട്, അല്ലെങ്കിൽ ആ വിഷയം എന്താണോ നാം ആ വിഷയത്തോട് ചെയ്യുന്ന നീതിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ആകത്തുക നീതിയാണ്. അതായത് മനുഷ്യജീവിതം, അവൻ്റെ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ ചരാചരങ്ങൾ, ഇതിനെയെല്ലാം അതിൻ്റേതായ കൃത്യമായ താളത്തിൽ തന്നെ നിലനിർത്തുക എന്നതാണ്. അപ്പോൾ ആ നീതി അത്രയും വലിയൊരാശയമായതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും തൻ്റെ ജീവിതത്തിലെ ഓരോ സമയത്തും, ബദർ യുദ്ധത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബി വര്യനോട് ഒന്ന് വരി ഒപ്പിച്ച് നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ശക്തമായി എന്നോണം ഉന്തുകയോ അല്ലെങ്കിൽ ഒന്ന് കയ്യിലുണ്ടായിരുന്ന എന്തോ ചെറിയ ഉപകരണം കൊണ്ട് അടിക്കുകയോ ഒക്കെ ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ കണ്ട് അതിന് മാപ്പ് പറയുകയും മാത്രമല്ല നിനക്ക് എന്നോട് പ്രതിക്രിയ ചെയ്യാം എന്ന് പറയുകയും ചെയ്യുകയുണ്ടായി. എന്തിനധികം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. നബിയുടെ വഫാത്ത് സംഭവിക്കുന്ന തിങ്കളാഴ്ചയുടെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച ദിവസം, അന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനിയാണല്ലോ നബിക്കുണ്ടായിരുന്ന രോഗം. പനി വല്ലാതെ വർദ്ധിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മദീനയിലെ വ്യത്യസ്തങ്ങളായ 7 കിണറുകളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് എൻ്റെ തലയിൽ ഒഴിക്കൂ. അങ്ങനെ അന്നത്തെ പനിയുടെ ഒരു ചികിത്സ അതായിരുന്നു, വെള്ളം ഒഴിച്ച് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കുക എന്നത്. അങ്ങനെ അവർ ചെയ്തു. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനിക്ക് ആശ്വാസമുണ്ടായി. തലയിലൊക്കെ ഒരു കെട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് മഹാനായ ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നബി പള്ളിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീർഘമായ കുറേ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. കൃത്യമായി ചരിത്രകാരന്മാർ പറയുന്ന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും അവസാനത്തെ പൊതു ഉപദേശ പ്രസംഗം ഇതായിരുന്നു എന്നാണ്. എന്തായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞു തുടങ്ങിയത് യഹൂദികൾ, നസാറാക്കൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. കാരണം അവരുടെ പ്രവാചകന്മാരുടെ ശവകുടീരങ്ങളെ ആരാധനാ മണ്ഡപങ്ങളാക്കി മാറ്റി ഒക്കെ നബി പറഞ്ഞു. മാത്രമല്ല നബി ഒപ്പം പറഞ്ഞു, എൻ്റെ ഖബർ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആക്കാൻ പാടില്ല എന്നും പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയുന്ന വിഷയം, മൻ കുന്തു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫല്യസ്തഖിദ് മിൻഹു വമൻ കുന്തു ശതംതു ലഹു അറളൻ ഫഹാദാ അറളി ഫല്യസ്തഖിദ് മിൻഹു. ഞാൻ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ ശരീരം അടിച്ചുകൊള്ളൂ, തിരിച്ചടിച്ചുകൊള്ളൂ. ഞാൻ ആരെയെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാ ഞാൻ എന്നെ തിരിച്ചു പറഞ്ഞുകൊള്ളൂ. കണ്ടോ? അപ്പോൾ അത് നീതിയാണത്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അനീതിയാണ്. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആൾക്കാരെ ആഖിറത്തിൽ കഠിനമായി ശിക്ഷിക്കും. അള്ളാഹു അദാബിനെ പറയുന്നിടത്തെല്ലാം അദാബുൻ അലീം എന്ന് പറയുന്നത് നമുക്കറിയാം. കഠിനമായി ശിക്ഷിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു ന്യായവും അവിടെയില്ല. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് സഹാബി വര്യന്മാർ ഈ നീതി പഠിച്ചത്. മാത്രമല്ല ഇസ്ലാം
സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നീതി സ്ഥാപിക്കുക എന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ആ നീതിയെക്കുറിച്ച് വല്ലാത്ത, നോക്കൂ, അങ്ങാടിയിൽ യാചിക്കാനിരിക്കുന്ന ഒരു ജൂതനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കണ്ടുമുട്ടുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അത് നിരോധിച്ച കാര്യമായിരുന്നു. തൻ്റെ നാട്ടിൽ ആരും ഭിക്ഷാടനം നടത്താൻ പാടില്ല, അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അദ്ദേഹം വന്നുകൊണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് തടഞ്ഞതല്ലേ, പിന്നെന്താണ് നിങ്ങൾ ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ വൃദ്ധനായ യഹൂദൻ പറഞ്ഞു, ഞങ്ങൾ യഹൂദികളല്ലേ, ഞങ്ങൾ ജിസിയ എന്ന കപ്പം തരേണ്ടേ, അതുകൊണ്ട് അതിന് മാർഗമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും പറയാതെ പറഞ്ഞു, എന്താ, നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞങ്ങൾ ജിസിയ വാങ്ങിയിരുന്നു. ജിസിയ വാങ്ങിയാൽ അതിന് പകരം അവർക്ക് വേണ്ട സംരക്ഷണവും സുരക്ഷിതത്വം നൽകും. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് വാർദ്ധക്യമെത്തിയപ്പോൾ നിങ്ങളെ ഞങ്ങൾ കൈവിട്ട് കളഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം, ഉമർ റളിയല്ലാഹു അൻഹു, ആ വൃദ്ധന്, ജൂതന് വേണ്ടത് കൊടുക്കാൻ ബൈത്തുൽ മാലിനോട് ആവശ്യപ്പെടുകയും മാത്രമല്ല അതിൻ്റെ ഒപ്പം ആ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ മാത ജമലുൻ ളിയാഅൻ അലാ ശത്തിൽ ഫുറാത്ത്, ടൈഗ്രീസിൻ്റെ കരയിൽ ഒരൊട്ടകം വിശന്ന് മരിച്ചുപോയാൽ, ചത്തുപോയാൽ, ലഖശീതു അൻ യസ്അലല്ലാഹു അൻഹു, അള്ളാഹു എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇസ്ലാമിൽ നീതി അത്രമാത്രം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളഅൽ മീസാൻ എന്ന് പറഞ്ഞിടത്ത് മീസാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്നതിന് എല്ലാ വിഷയങ്ങൾക്കും ഒരു കൃത്യത വച്ചിരിക്കുന്നു എന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ആ കൃത്യത പാലിക്കുന്ന നീതിമാന്മാരായി തീരണം എന്നും ഈ ആയത്തിൻ്റെ ആശയത്തിൽ വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.